Sometimes you meet a person and just click. You're comfortable with them like you've known them your whole life. And you don't have to pretend to be anyone or anything. Everything on our own. If I just lay here, would you lie with me and just forget the world? I don't quite know how to say how I feel. ചേച്ചിനെ ഞാൻ ശരിക്കും ചേച്ചിയുടെ വാല്യൂ മനസ്സിലാക്കിയത് അവൾ ആദ്യമായിട്ട് 9th പഠിക്കുമ്പോൾ ജസ്റ്റ് ഹോസ്റ്റലിലേക്ക് മാറി. അന്നാണ് ശരിക്കും ഞാൻ ചേച്ചിയുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനെന്തോ 5th പഠിക്കുന്നതെങ്കിൽ പോലും ഇടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നിനക്കെന്നെ ഇഷ്ടമാണോ എന്നൊക്കെ. ഞാൻ എൻ്റെ അച്ഛനമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതിന് ചേച്ചീനെയാണെങ്കിലും അത് തീരെ പുറത്ത് കാണിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഉള്ളിലെപ്പോഴും ഒരു ടെൻഷനാണ്, ചേച്ചി പോവാണല്ലോ എന്നുള്ള. ചേച്ചി ചിന്തിക്കുന്നുണ്ടാവില്ല ഞാൻ ചേച്ചിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ബട്ട് ഞാൻ ഈ ലോകത്തെ ഏറ്റവും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് മൈ സിസ്റ്റർ. Show me a garden that's bursting into life. In the half-light of our goodbye, trying to make it right, trying. You're the afterglow. അയൽമുളക്കുറിച്ച് കഴിഞ്ഞ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെ ഒരു പിതാവെന്ന നിലയ്ക്ക് ഞാൻ വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫാമിലീനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. പാരൻസിനെ ആയാലും അനിത്യമാരെയായാലും അനിയനെയായാലും അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും ആൾ തന്നെ നോക്കും, എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു നേതൃപാഠവും നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐ ആം വെരി പ്രൗഡ് ഓഫ് ദിസ്. On your shifting seas, my consistency, growing disbelief to breathe.
We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. 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 നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നി ദയനന്ദൻ വന്ദനമേ ദേവ പൊന്നി ദയനന്ദൻ വന്ദനമേ. 115 സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുവിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ജീവിതങ്ങളുടെ ധന്യതകളുടെ നാഥനുമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം പകരുന്ന നന്മകൾക്കായും കാലാകാലങ്ങളിൽ ഞങ്ങളെ വഴി നടത്തുന്ന മുഖാന്തിരങ്ങൾക്കായും സ്തോത്രം. കുടുംബജീവിതം എന്ന അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് ഞങ്ങളുടെ തലമുറകൾ പ്രവേശിക്കുവാൻ വിവാഹമെന്ന ഏറ്റവും പരിപാവനവും വിശുദ്ധവുമായ ജീവിത അവസ്ഥയെ നിയമിച്ച് കാലാകാലങ്ങളിൽ അതിലേക്ക് പ്രവേശിപ്പാനുള്ള സാധ്യതയും ധന്യതയും ദൈവമായ കർത്താവ് ഞങ്ങളിൽ പകരുകയും ചെയ്യുന്ന മുഖാന്തിരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവാലയത്തിൽ ആരംഭിക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇരു കുടുംബങ്ങളിൽ നിന്ന് പ്രിയ മക്കൾ ദൈവാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടാകണമേ. കർത്താവിന്റെ സന്നിധിയിൽ പ്രിയ മക്കൾ ഏറ്റുചൊല്ലുന്ന ഉടമ്പടികളിൽ വിശ്വസ്തയോടുകൂടെ തങ്ങളുടെ ജീവിത അന്ത്യത്തോളം നിലനിൽപ്പാൻ അവിടുന്ന് കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമൂഹികവും ആത്മീയവുമായ എല്ലാ ദൈവിക നന്മകളും ദൈവം ഒരുക്കി കർത്താവിന്റെ കൃപയിൽ ബലപ്പെടുത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ അനുഗ്രഹീത നിമിഷത്തിൽ പ്രിയമക്കൾക്ക് സാക്ഷ്യം വഹിച്ച് പ്രിയമക്കളെ ആശീർവദിക്കുവാൻ കടന്നു വരുന്ന ബന്ധുക്കൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം ദൈവമേ പ്രിയമക്കൾ ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തിന് അനുഗ്രഹദായകമാക്കി എന്ന് തീർക്കണമേ. നാഥ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. സകലരുടെയും മേൽ അങ്ങയുടെ കൃപ പകരുന്നതേക്കായി സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ആലയത്തിലേക്ക് വിവാഹ ശുശ്രൂഷയ്ക്കായി പ്രിയ മകൾ കുടുംബമായി പുറപ്പെടുമ്പോൾ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകന്റെയും കുടുംബത്തെയും അവരുടെ യാത്രകളെയും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. വിവാഹ ശുശ്രൂഷയും തുടർന്ന് നടക്കുന്ന സൽക്കാര കർമ്മങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം പകരണമേ. സകലവും കർത്താവിന്റെ നാമമഹത്വത്തിനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വർധനവിനും കാരണമാക്കി തീർക്കണമേ. ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശു നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണം നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം തരണമേ, ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അംഗീകരിക്കുന്നതല്ലോ. ആമേൻ. ആശീർവാദം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും പരിപാലനവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് തുടർന്ന് നടക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയോടും അതിലൂടെ പ്രിയമക്കൾ ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തോടും ഇന്നും എന്നേക്കും കാലാവസാനത്തോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. If I could be honest here in this moment, I've been so nervous to stand here
it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. I've been trying hard to tie up all my loose ends, piecing parts together from a distance never seemed so hard, but you and I keep dancing in the dark, in the dark. We could sleep 2,000 miles apart, but I will find my way back to your arms. Wherever you are, I promise that I'll meet you. Wherever you are, I'll come running if you need me. I swear you're my one and only. I swear you're never too far for us. 'Cause wherever you are is wherever we are. ആശിഷം നൽകണമേ മശീഹായേ, ആശിഷം നൽകണമേ മശീഹായേ, ആശിഷം നൽകണമേ മശീഹായേ, ആശിഷം നൽകണമേ മശീഹായേ. ഈശനെ നീ എന്നെ ആശ്രയമാരുള്ളു, ഈശനെ നീ എന്നെ ആശ്രയമാരുള്ളു, ആശ്രിത വത്സലനെ വത്സലനെ അനുഗ്രഹമാരിയായേ. ആശിഷം നൽകണമേ മശീഹായേ, ആശിഷം നൽകണമേ മശീഹായേ, ആശിഷം നൽകണമേ മശീഹായേ, ആശിഷം നൽകണമേ മശീഹായേ. 45-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളോവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിത്തരുമാറാകട്ടെ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുവെന്ന് എനിക്കുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമാക്കിയിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ രാജ്ഞി വലതു ഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, സർവശക്തിയുള്ള കർത്താവേ, അവിടുന്ന് ഏദനിൽ കുടുംബത്തെ സ്ഥാപിക്കുകയും ഗലീലയിലെ കാനായിൽ വെച്ച് അവിടുത്തെ സാന്നിധ്യത്താൽ അതിനെ അനുഗ്രഹിച്ച്
ഒന്നുകൂടി ശുദ്ധീകരിക്കുകയും ചെയ്ത കർത്താവാണല്ലോ. സ്വർഗസ്ഥപിതാവായ ദൈവമേ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ നൽകിയ ദൈവം, കർത്താവായ ദൈവമേ, തലമുറകളായി അവിടുന്ന് മനുഷ്യവർഗത്തിന് തക്ക തുണകളെ നൽകി കുടുംബങ്ങളായി ജീവിക്കുവാൻ സഹായിക്കുകയും ദൈവമേ, തലമുറകളിലൂടെ അവിടുത്തെ മഹത്വകരമായ പ്രവർത്തനത്തെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായും സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ ഭവനത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ പ്രിയമുള്ള മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ട ദൈവമേ ഡോക്ടർ അജിൻ ദാസ് എന്ന മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രിയ മകന്റെ ദൈവമേ ബാല്യകാലത്തിലും തന്റെ കൗമാര പ്രായത്തിലും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൂടെ ഇരിക്കുകയും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നേടുവാനും ദൈവമേ ഒരു നല്ല ഡോക്ടറായിട്ട് ഈ നാളുകളിൽ ശോഭിക്കുവാനും തക്കവണ്ണം ദൈവം സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ദൈവമായ കർത്താവെ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഇന്ന് ദൈവാലയത്തിൽ വെച്ച് ഉടമ്പടി ചെയ്ത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം കൃപ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സ്വർഗസ്ഥപിതാവായ ദൈവമേ, പ്രിയമാന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പെൺകുട്ടിക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, രണ്ടുപേരും പ്രാർത്ഥനയോടുകൂടി ഇന്ന് ദൈവാലയത്തിലേക്ക് പ്രവേശിച്ച് ദൈവാലയത്തിൽ വെച്ചെടുക്കുന്നതായിട്ടുള്ള ഉടമ്പടികളും പ്രതിജ്ഞകളും ജീവിതാന്ത്യം വരെയും പാലിച്ച് വിശ്വസ്തതയുള്ള ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബ ജീവിതത്തെ ദൈവമേ അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥപിതാവായ ദൈവമേ, ആതുര ശുശ്രൂഷ രംഗത്ത് രണ്ടുപേരുമായിരിക്കുമ്പോ നന്നായിട്ട് അവിടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനും അതോടൊപ്പം തന്നെ കുടുംബ ജീവിതത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും കർത്താവയുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിവർത്തിപ്പാനും ദൈവം സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥപിതാവായ ദൈവമേ, ഇതുവരെ അവിടുന്ന് കൂടെ ഇരുന്ന് നടത്തിയല്ലോ, ഇനിയും അങ്ങയുടെ കൃപ പകർന്ന് അങ്ങയുടെ മകനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, പ്രിയ മകനെ വളർത്തി വലുതാക്കി ദൈവമേ അവനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നൽകി അനുഗ്രഹിച്ചതായിട്ടുള്ള മാതാപിതാക്കൾക്കായി സ്തോത്രം. അവരും ഇന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന ദിവസമാണല്ലോ. അവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എപ്പോഴും ഈ പ്രിയമാന്റെ കുടുംബ ജീവിതത്തിന് ധന്യതയാകുവാൻ ദൈവം സഹായിക്കണമേ. ദൈവം അതുപോലെ സഹോദരനായി പ്രാർത്ഥിക്കുന്നു, അവന്റെ വിദ്യാഭ്യാസത്തിലും വളർച്ചയിലും അങ്ങയുടെ സാന്നിധ്യം പകരണമേ. സ്വർഗസ്ഥപിതാവായ ദൈവമേ, ബന്ധുക്കളും ചാർച്ചക്കാരും കുടുംബാംഗങ്ങളുമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിച്ചു ദൈവമേ സന്തോഷത്തോടുകൂടി ദൈവാലയത്തിലേക്ക് യാത്രയാവുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ദൈവം കൂടെ ഇരിക്കണമേ. ദൈവാലയത്തിൽ നടക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. അതിനെ തുടർന്ന് നടക്കുന്നതായിട്ടുള്ള റിസപ്ഷൻ എല്ലാം ഭംഗിയായി നടക്കുവാനും സന്തോഷത്തോടുകൂടി ദൈവമേ ക്ഷണിക്കപ്പെട്ടതായ എല്ലാ അതിഥികളും വന്ന് ദൈവമേ ആശംസകളും അനുഗ്രഹങ്ങളും നേരുവാനും ദൈവം സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുന്ന് തന്നെ എല്ലാം നിയന്ത്രിക്കുന്നതിനായി നന്ദി. മഹത്വമാനവും അങ്ങേക്കായിരിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ സകല ദോഷത്തിൽ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദൈവമേ അജിൻദാസിനോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. We are the temple of Christ. The fullness of God is at work in us. He is our hope and our life. Jesus is making us glorious. Thanks be
us in triumph in Christ. We are the fragrance of Christ, diffusing His knowledge in every place. We are the salt and the light, sharing the hope of His glorious grace. Thanks be to our God, who always leads us in triumph. Thanks be to our God, who always leads us in triumph in Christ. To Him who is able to do abundantly more than we ask Him to, through His power in us, glory and honor belong to You. Thanks be to our God, who always leads us in triumph. Thanks be to our God, who always leads us in triumph. Thanks be to our God, who always leads us in triumph. Thanks be to our God, who always leads us in triumph in Christ. Lord, I come with newfound faith. I will trust every word You say. All my fears I'm laying down at Your feet. I will trust in Your grace that cannot be earned. Walk through the fire and not be burned. All my doubts have lost their sound to Your voice. You are who You are, the God of the impossible, the God of the impossible, the God of the impossible. You are who You are, the God of the impossible, the God of the impossible, the God of the impossible. You are who You are, the God of the impossible. Lord, I come with willing hands. Use my life to fulfill Your plan. All I have I give to You, an offering. Yeah, You are who You are. Oh, You are who You are, the God of the impossible. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ദൈവമായ കർത്താവേ, അങ്ങയിലാകുന്നു ഞങ്ങൾ വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ എല്ലാ നന്മകൾക്കായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനുഷ്യ ബന്ധങ്ങൾക്കായും പ്രത്യേകിച്ച് വിവാഹം എന്ന വിശുദ്ധ അവസ്ഥയ്ക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുന്ന് വിവാഹത്തിലൂടെ നിയോഗിച്ചിരിക്കുന്ന വിശുദ്ധിക്കായും പാവനമായ സ്നേഹമെന്ന നിമിത്തത്തിനായും സ്തോത്രം. ജീവന്റെയും നിത്യമായ സ്നേഹത്തിന്റെയും സകല സന്തോഷത്തിന്റെ ദാതാവായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ ദാസരായ ഡോക്ടർ അജിത് ദാസ്, ഡോക്ടർ ഐറിന ഐസക് എന്നിവരുടെ മേൽ എന്നിവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിവരുത്തിയിരിക്കാൻ സ്തോത്രം. പാവനവും നിത്യവുമായ ബന്ധത്തിലൂടെ അവർ ഒന്നായി ചേരാൻ അവിടുന്ന് കൃപ ചെയ്യണമേ.
അവർ അന്യോന്യ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനുള്ള കൃപ പകരണമേ. ദൈവം നൽകുന്ന ആയുസ്സിന്റെ ഓരോ നാളും കൂട്ടായ്മയിൽ വസിക്കുവാൻ കൃപ നൽകണമേ. അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരുകയും സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കാൻ കൃപ നൽകുകയും ചെയ്യണമേ. ദൈവാശ്രയത്തോടെ അവിടുത്തെ സ്നേഹത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ കഴിവ് നൽകണമേ. അവിടുത്തെ കൃപ കൊണ്ട് എല്ലാവരെയും കൂട്ടായ്മയിൽ കാത്തുകൊള്ളണമേ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ഗായക സംഘത്തോട് ഒരുമിച്ച് ചേർന്ന് സോങ് ഷീറ്റിലെ ഒന്നാമത്തെ ഗാനം വോയിസ് തുടർന്ന ഗാനം ചേർന്ന് ഡോക്ടർ അജിത് ദാസ് എന്ന പുരുഷനെയും ഡോക്ടർ ഐറ ഐസക് എന്ന സ്ത്രീയെയും വിവാഹത്തിൽ ഒന്നിച്ച് ചേർക്കുവാനായി നാം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് പരിപാലനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗലീലിലെ കാനായിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾക്കേ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ഒരാണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏതുദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടുവെന്ന് ഗൗരവപൂർവ്വം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനും
ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിസഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിന് ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിന് ദാമ്പത്യത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടാനായി ഇവർ ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസരണമായി ഇവർ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. ഡോക്ടർ അജിത് ദാസ്, ഡോക്ടർ ഐറിന ഐസക്, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണം ഉണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവമുമ്പാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയില്ലല്ലോ. അവിടുത്തെ ദിവ്യ വിചാരണയാൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഈ വിഭാഗ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിലെന്ന പോലെ പ്രവേശിക്കുവാനും തങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അജിത് ദാസ്, ഡോക്ടർ ഐറിന ഐസക് എന്ന ഈ സ്ത്രീയെ നീ നിന്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? ഡോക്ടർ ഐറിന ഐസക്,
ഡോക്ടർ അജിൻ ദാസ് എന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഡോക്ടർ ഐറിൻ ഐസക്കിന്റെ പിതാവ് മുമ്പോട്ട് വന്ന് കൈപിടിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ. ഡോക്ടർ ഐറിൻ ഐസക് ആകുന്ന നിങ്ങളെ ഇന്ന് മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിലാളിക്കാനും എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഡോക്ടർ ഐറിൻ ഐസക് ആകുന്ന ഞാൻ ഡോക്ടർ ഐറിൻ ഐസക് ആകുന്ന ഞാൻ ഡോക്ടർ അജിൻ ദാസ് ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിലാളിക്കാനും എന്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളും ആകുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കൊടുക്കുന്ന അങ്ങയുടെ മകനും ധരിക്കുന്ന അങ്ങയുടെ മകളും അന്യോന്യം വിശ്വസ്തതയിൽ വസിക്കേണ്ടതിന് ഇവരുടെ ജീവകാലമൊക്കെ മറ്റു പോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹാ മൂലം കൃപ നൽകണമേ. ആമേൻ. അതിൻദാസന്റെ പിന്നാലെ പറയുന്നത് നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കും. ഞാൻ നിങ്ങൾക്ക് അവകാശം. അതിനാ പറയേണ്ടത്. നിത്യമായ വിശ്വസ്തതയുടെയും നിത്യമായ വിശ്വസ്തതയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ സ്വീകരിക്കും. ഈ താലി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കും. ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കും. രണ്ടുപേരും ചേർന്ന് പറയണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിലും ഈ സഭായോഗത്തിന്റെ മുമ്പാകെയും പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. ഈ സമയം അജിൻദാസ് മന്ത്രകോടി ഐറീനയ്ക്ക് കൈമാറും. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരുവരും മുട്ടിന്മേൽ വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഡോക്ടർ അജിൻദാസ്, ഡോക്ടർ ഐറീന ഐസക് എന്നീ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സന്നിഹിതരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവം യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ച സൗഖ്യദായക ശുശ്രൂഷ നിറവേറ്റാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ തങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ രോഗികളായിരിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന സമൂഹത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ആരെല്ലാം സ്പർശിക്കുന്നുവോ, ആർക്കെല്ലാം ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നുവോ അവരെല്ലാവരും സൗഖ്യമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും ആശീർവദിക്കപ്പെട്ടവരുമായി രൂപാന്തരപ്പെടേണ്ടതിന് കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവർ ദീർഘായുസുള്ളവരായി സന്താന സൗഭാഗ്യത്തോടും ആശീർവാദങ്ങളോടും കൂടെ ദീർഘകാലം ഒരുമിച്ച് പാർക്കുന്നു. അവർ ഉൾപ്പെടുന്ന സഭയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവമേ കരുണ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ പ്രാരംഭമായി കത്തീഡ്രൽ ക്വയറിനോടൊപ്പം ചേർന്ന് ഓ പെർഫെക്റ്റ് ലവ് ഓൾ ഹ്യൂമൻ തോട്ട് ട്രാൻസെൻഡിങ് എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അജിൻദാസിന്റെയും ഐറീന ഐസക്കിന്റെയും മേൽ അങ്ങയുടെ അനുഗ്രഹം അയക്കണമേ. ഇവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമാറ് ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സത്യത്തോടെ കേട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടവഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ വചനങ്ങൾ നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഡോക്ടർ അജിൻദാസ്, ഡോക്ടർ ഐറീന ഐസക് ദമ്പതികളെ ഈ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച MMCSI കത്തീഡ്രൽ ഇടവകയുടെ മുഖ്യ പുരോഹിതനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെന്നച്ചൻ, സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ശുശ്രൂഷയെ ധന്യമാക്കുന്ന റവറൻഡ് സി ജയനച്ചൻ, റവറൻഡ് എൻ അജി അച്ഛൻ, റവറൻഡ് അലക്സ് ദാസ് അച്ഛൻ, രാഷ്ട്രീയ മേഖലയിൽ തനതായ സംഭാവനകൾ നൽകി ഇന്ന് നമ്മെ വഴിനടത്തുന്ന സ്നേഹമുള്ള എൻ ശക്തൻ സാർ, മഹായിടവക മുൻ സെക്രട്ടറി ഡോക്ടർ എസ് ദേവനേശൻ സാർ, ഇരു കുടുംബങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ അംഗങ്ങളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും സകല കുടുംബങ്ങൾക്കും പേരുവരുവാൻ കാരണമായിരിക്കുന്ന കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. വിവാഹ ശുശ്രൂഷയിൽ വളരെ ദൈർഘ്യമേറിയ പ്രസംഗം നിർവഹിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അറിയാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഹ്രസ്വമായ ഒരു ലളിതമായ സന്ദേശം പങ്കിട്ട പ്രിയമക്കൾക്ക് ദൈവകൃപയിൽ ആശീർവാദം പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവാഹം എന്ന പരിശുദ്ധമായ ജീവിതാവസ്ഥ ദൈവം നമുക്ക് അനുഗ്രഹീതമായി നിയമിച്ചിട്ടുള്ള ഒരു അനുഭവമാണ്. സ്വർഗം സന്തോഷിക്കുന്ന മനോഹരമായ ഒരു നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണയായി ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുവാനുള്ള ക്ഷണം കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുമ്പോൾ
നാം അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനുള്ള പ്രധാന കാരണം ആ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ക്ഷണമാണ് അത് എന്ന് നാം തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചത് അജിൻദാസിന്റെയും ഐറീന ഐസക്കിന്റെയും ജീവിതത്തിലെ അവർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ധന്യമായ ഒരു നിമിഷത്തിനാണ്. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന പ്രസാദവും പുഞ്ചിരിയും ഒക്കെ അവരുടെ പ്രതീക്ഷകൾ സഫലമായതിന്റെ ഒരു സൂചനയായിട്ടാണ് നാം ഒക്കെ മനസ്സിലാക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വിവാഹം എന്നത് ദൈവികമായി നിയമിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ്. ഇറ്റ്സ് എ ഡിവൈൻലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർഡർ. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ, സൃഷ്ടി വിവരണങ്ങൾ നാം വായിക്കുമ്പോൾ, ആദ്യത്തെ 5 ദിവസങ്ങളിൽ ദൈവം പല സൃഷ്ടിയുമൊക്കെ നിർവഹിക്കുന്നു. അതൊക്കെ നല്ലത് എന്ന് കാണുന്നു. 6-ാം ദിവസം മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ അതിനൊടുവിലായിട്ട് ദൈവം നോക്കുമ്പോൾ എന്തോ ഒരു കുറവുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് കാണുകയും ദൈവം കാണുകയും മനുഷ്യന്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ച് കുടുംബം എന്ന അനുഗ്രഹീതമായ അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നാം പറയുന്നത്, ദൈവമാണ് ഈ വിവാഹബന്ധ ജീവിതാവസ്ഥയുടെ കാർമ്മികത്വം. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവാലയത്തിലാണ് വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ദൈവാലയത്തിന് പുറത്ത് സാധാരണയായി നാം വിവാഹ ശുശ്രൂഷകൾ നടത്താറില്ല. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ട് പുരോഹിതർ വിവാഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു? അതിന്റെ ദൈവശാസ്ത്ര അടിസ്ഥാനം എന്നത് ദൈവമാണ് ഈ ശുശ്രൂഷയിൽ 2 വ്യക്തികളെ വിവാഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. സ്നേഹമുള്ള അച്ഛൻ ഓർമ്മിപ്പിച്ചു, ദൈവം കൂട്ടിച്ചേർത്തവരെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവമാണ് ഈ ശുശ്രൂഷയുടെ കാരണഭൂതൻ. ദൈവത്തിന്റെ കൃപയിലൂടെയാണ് ഒരു വ്യക്തിക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും അതിൽ നിലനിൽക്കുവാനും സാധിക്കുക എന്ന് നാം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. തീർച്ചയായും നവദമ്പതികൾക്ക് ആ ഒരു ചിന്ത അനുഗ്രഹീതമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിൽ, അതോടൊപ്പം തന്നെ വിവാഹ ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, നമ്മിൽ പലർക്കും അർത്ഥവത്തായ ദാമ്പത്യ ജീവിതം തുടരുന്നതിനുമൊക്കെ തീർച്ചയായും സഹായകമാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സാധാരണയായി നാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ അതിൽ ലഭ്യമാകുന്ന ഒരു യൂസർ മാനുവൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തിനാണ് യൂസർ മാനുവൽ നൽകപ്പെടുന്നത് എന്ന് നമുക്കറിയാം. സാധാരണയായി നാം അത് വായിക്കാറില്ല, നോക്കാതെ തന്നെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും അത് നൽകപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് കൃത്യമായി വായിച്ച് അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ ഉപകരണം അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യം നിർവഹിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന യൂസർ മാനുവലാണ്. ആ യൂസർ മാനുവൽ അനുസരിച്ച് നാം നമ്മുടെ ജീവിതങ്ങൾ നയിക്കുമ്പോൾ ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും ശ്രേഷ്ഠമായ നിലകളിൽ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങളാകട്ടെ, അതോടൊപ്പം കുടുംബാംഗങ്ങളും സമൂഹവും സഭയും ഒക്കെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാകട്ടെ, അതൊക്കെ നിറവേറ്റുവാൻ, പൂർത്തിയാക്കുവാൻ, നമ്മിൽ നിന്ന് ലഭ്യമാകുവാനൊക്കെ അത് സഹായകമാകും എന്ന് ഓർക്കുക. യൂസർ മാനുവലിലൊക്കെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു വാറന്റി കാർഡൊക്കെ ചിലപ്പോൾ നാം കാണാറുണ്ട്. ആ ചിന്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകം ഒരു വാറന്റി ഒരു യൂസർ മാനുവലായി നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ ഒരു ദൈവം തന്നെ അതിൽ ഒരു വാറന്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരു റീപ്ലേസ്മെന്റ് വാറന്റി അല്ല. എന്തെങ്കിലും തകരാറൊക്കെ വരുമ്പോൾ മെയിൻ്റനൻസ് ചെയ്ത് തരുന്ന ഒരു വാറന്റി അതിൽ ജീവിതാന്ത്യം വരെ ലൈഫ് ടൈം വാലിഡിറ്റിയോടെ കർത്താവ് ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ഓർക്കുക. ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ദൈവം നമുക്ക് കാത്തുവെച്ചിരിക്കുന്ന ഏറ്റവും മനോഹരവും അതേസമയം വിഷമമുണ്ടാക്കുന്നതുമായ അനുഭവങ്ങളുണ്ട്. അവയിലൊക്കെ നമുക്ക് ആശ്രയമാകുന്നത്, ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്, ജീവിതയാത്രയിൽ ധൈര്യത്തോടെ മുന്നേറുവാനൊക്കെ സഹായിക്കുന്നത് ദൈവവചനത്തിലുള്ള നമ്മുടെ വിശ്വാസവും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവുമാണ് എന്ന് ഓർക്കുക. സാധാരണ സ്ത്രീകളൊക്കെ തലമുടി ഇടപിരിച്ച് കെട്ടുന്നത് പതിവാണ്. നമ്മുടെ കേരളത്തിലൊക്കെ അത് സ്വാഭാവികമാണ്. നാം എങ്ങനെ നോക്കിയാലും 2 ഇഴകൾ പരസ്പരം ചുറ്റി അത് തലമുടി പിന്നി കെട്ടുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ സസൂക്ഷ്മം പരിശോധിച്ചവർക്ക് അറിയാം, അല്ലെങ്കിൽ അത് സ്ത്രീകൾക്ക് വ്യക്തമായിട്ട് അറിയാം, 3 ഇഴകൾ എടുത്തുകൊണ്ടാണ് അത് അപ്രകാരം മനോഹരമായി ചെയ്യുക. ആ 3-ാമത്തെ ഇഴ
വാസ്തവത്തിൽ പുറത്ത് ദർശിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഇടപിരിയാതെ അതിനെ ചേർത്ത് നിർത്തുന്നത് വാസ്തവത്തിൽ നടുക്കുള്ള മൂന്നാമത്തെ ഇടയാണ്. വിവാഹ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ഇട പോലെയാണ്. ഒരുപക്ഷെ പുറത്തു നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത് കാണാനായിട്ട് കഴിയില്ല. രണ്ട് വ്യക്തികൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ മധ്യസ്ഥനായും അതിന്റെ മുഖ്യ നാഥനായും കൂടെ ഇരിക്കുന്നത് യഹോവയായ ദൈവമാണ് എന്ന് ഓർക്കുക. ദൈവം കൂടെ ഉണ്ട് എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലകളിൽ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്കും അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കുമെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ ചിന്ത കൂടെ പങ്കിട്ട ഈ ശുശ്രൂഷയിൽ നിന്ന് ലഭിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം? ദൈവം തന്നെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഏകത മാറ്റി അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയുടെ, ഒരു കമ്പാനിയൻഷിപ്പിന്റെ അനുഭവമാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും വിവാഹ ജീവിതമുണ്ടോ എന്ന് നോക്കിയാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം ഇണയെ നൽകിയിട്ടുണ്ട്, അല്ലെ? ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ അറിയാം, എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം ഇണകളെ നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അല്പം വ്യത്യാസമാണ്. എന്താണ് നൽകിയിരിക്കുന്നത്? തുണയെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾക്ക് ഇണകളെ നൽകുമ്പോൾ മനുഷ്യന് തുണ, ഹെൽപ്പർ എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂടുതൽ എപ്പോഴാണ് അർത്ഥവത്താകുന്നത്? ഒരു ബലഹീനത വരുമ്പോൾ. എപ്പോഴാണ് ഒരു തുണയുടെ ആവശ്യം ഉണ്ടാകുന്നത്? ഏതെങ്കിലും തരത്തിൽ ഒരു ബലഹീനത വരുമ്പോഴാണ് ആ തുണയുടെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആവശ്യം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. അജിൻദാസിനെ സംബന്ധിച്ച് ഐറീന ഐസക് ദൈവം നൽകിയ തക്കതായ തുണയാണ്. ഐറീനയെ സംബന്ധിച്ച് അജിൻ എന്ന് പറയുന്നത് ദൈവം നൽകിയ തക്കതായ തുണയാണ്. ആ ഒരു കമ്പാനിയൻഷിപ്പിന്റെ വാസ്തവമായ അർത്ഥം തിരിച്ചറിഞ്ഞ് ഏറ്റവും മനോഹരമായ ജീവിതത്തെ പങ്കിടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ സുന്ദരമാകും എന്ന് ഓർമ്മിക്കുക. ഇതുവരെയും നിങ്ങൾ ജീവിച്ചത് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെ? നാം കൂടുതൽ ഉപയോഗിക്കുന്ന പദം എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെയുള്ളതാണ്. തീർച്ചയായും കുടുംബജീവിതത്തിൽ ആ പദങ്ങൾക്കൊന്നും ഒരിക്കലും സ്ഥാനമില്ല. ഞാൻ എന്നുള്ളത് നാം എന്നും, എനിക്കെന്നുള്ളത് നമുക്കെന്നും, നമ്മൾ എന്നും ഒക്കെയുള്ള ആ ഒരു വിശാലമായ അനുഭവത്തിലേക്ക് നാം തിരിച്ചറിയുമ്പോൾ, ആ അനുഭവത്തിലേക്ക് നടക്കുമ്പോഴാണ് കമ്പാനിയൻഷിപ്പിന്റെ മനോഹരമായ അനുഭവങ്ങൾ ഏറ്റവും അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പ്രാർത്ഥനകൾക്കും ആശീർവാദത്തിനുമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സുഖായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ തങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസനെയും ദാസിയെയും രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് നിന്നവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ഉറപ്പുള്ള ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ പിതാവേ, അങ്ങ് മനുഷ്യവർഗത്തിന് വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥ നിയമിച്ചു കൊടുക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ദാസരായ ഡോക്ടർ അജിൻദാസ്, ഡോക്ടർ ഐറീന ഐസക് എന്നിവരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം പകരണമേ. തമ്മിൽ ഭാരങ്ങൾ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടും തിരുവചനത്തിനനുസരണമായി സ്നേഹത്തിൽ ജീവപര്യന്തം പരസ്പരം വിശ്വസ്തരായിരിക്കുവാൻ അങ്ങ് ഇവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ.
ആശ്രയത്തിൽ ഒരു ഭൂമി ഭവനത്തിലെ ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശുമശിഹായെ, അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ അങ്ങ് കർത്താവ് രാജാവായി വാഴണമേ. അങ്ങ് മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വരം നൽകണമേ. തങ്ങളുടെ ചുറ്റുപാടുള്ള മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങയുടെ രക്ഷക സ്നേഹത്തെ സാക്ഷിക്കാൻ അങ്ങവർക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വിശുദ്ധ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി ഇത് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ഡോക്ടർ അജിൻ ദാസിന്റെയും ഡോക്ടർ ഐറീന ഐസക്കിന്റെയും മേൽ അവിടുത്തെ കൃപ പകരണമേ. ഇവർ ഉത്തരവാദിത്തമുള്ള കുടുംബജീവിതം നയിക്കുവാനായി സഹായിക്കണമേ. സന്താന ഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചവരായ വിവാഹിതരായ എല്ലാവർക്കും അവരവരുടെ വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ പുതുക്കുവാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരുവാനും ദൈവരാജ്യത്തിന്റെ അടയാളമായി പരസ്പരം ശുശ്രൂഷിക്കുവാനുമുള്ള കൃപ പകരണമേ. അവിടുത്തെ കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഉപകരണങ്ങളായിരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, അങ്ങയുടെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളുടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളിലും അങ്ങയുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ധരിക്കാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അടിയങ്ങളോടും നവ ദമ്പതികളോടും ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ.